എന്നും വിചാരിക്കും കേട്ടോ വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പറ്റാറില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രാവിലത്തെ ഒരു ഈ ചെറിയൊരു തിരക്കല്ല, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് കഴിഞ്ഞ് കുടി കഴിഞ്ഞ ശേഷമാണ് എന്നാൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ചായ വെച്ച് കഴിഞ്ഞ് ചോറ് വെച്ചിട്ട് ഞാൻ ചാക്സണിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്താണ് ചോറ് വയ്ക്കുക. എന്നിട്ട് അത് ഞാൻ വേറെ ചാക്സണിൽ ഇറക്കി വെക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് എന്താണ് അതിൽ ഇറക്കാറാണ് കേട്ടോ, ഇറക്കി വയ്ക്കാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ ഇപ്പോൾ കിട്ടാനില്ലല്ലോ, അപ്പോൾ എന്തായാലും എല്ലാ അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ അടുപ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ പരിപ്പ് ഇട്ടിട്ട്, പരിപ്പ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു തിളയ്ക്ക് വേകുന്ന പരിപ്പാണേ. അപ്പോൾ പരിപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഷ്ണങ്ങൾ, പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇന്നലെയാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലാകെ വിഷുവിന് വാങ്ങിച്ചൊരു വെള്ളരിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്ക കൊണ്ട് കറി വയ്ക്കാൻ, വെള്ളരിക്കയും കുറച്ച് ഉരുളക്കിഴങ്ങ് സബോളയൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ചിടുന്നതും വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ അടിച്ചു, ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനത് കഷ്ണമൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ വറുത്തരച്ച് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുത്തിട്ട് നമുക്ക് വറുത്തരിക്കാം. കറിവേപ്പിലയും മല്ലിയിലയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് വറുത്താൽ നമുക്ക് നല്ല മണം ഉണ്ടാവുള്ളൂ. ഇത് സംഭവം അതൊന്നുമില്ല, തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഉലുവ, ജീരകം, പരിപ്പ്, ഉഴുന്ന് അതെല്ലാം കൂടി വഴറ്റിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട്, ചെറിയുള്ളി ഇല്ല അത് കാരണം സബോളയുണ്ട്, അതും കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താ ദോശ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ടത്, നീർദോശയാണ്. അപ്പോൾ ഇത് ഈ ദോശക്കല്ലിൽ ഫുള്ള് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കത് അടച്ച് വെക്കാനുള്ള പാത്രമില്ല. അത് കാരണം ചെറുതായത് കാരണം ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നീർദോശയും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ സാമ്പാർ വെച്ചാൽ നീർദോശയ്ക്കും ആയി ചോറിനും ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പോൾ സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വറുത്ത് അരച്ച് എന്നിട്ട് സാമ്പാർ ഇതിൽ ഒഴിച്ചിട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയല്ലേ പറയുന്നത്, സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, സാമ്പാർ ഒഴിച്ചിട്ടില്ല, തേങ്ങ ഒഴിച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് എന്നോടാവുന്നതൊക്കെ എടുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.